ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയാണ് നിങ്ങൾക്ക് വിശേഷം? ഞാനിങ്ങനെ വല്ലപ്പോഴും വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. സ്ഥിരമായിട്ട് നിങ്ങൾക്ക് എന്നെ ഇവിടെ കാണാൻ പറ്റുന്നില്ലെന്ന് എനിക്കറിയാം. എൻ്റെ ഒരു ജീവിതത്തിലെ തിരക്കുകളും പിന്നെ എൻ്റെ ഒരു മാനസികാവസ്ഥയൊക്കെ കാരണം ഞാനിങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ചുമ്മാ ഒന്നും പറയാൻ പറ്റത്തില്ല. നമ്മളൊക്കെ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് സെറ്റായിരിക്കണം. എല്ലാ രീതിയിലും നമ്മളൊന്ന് അടിപൊളിയായിട്ടിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുമ്പോൾ മൊത്തത്തിൽ ഒരു ആർട്ടിഫിഷ്യാലിറ്റി എനിക്ക് തോന്നും. സോ എനിവേ, ടുഡേ ഇന്ന് എന്താ സംഭവം എന്ന് വെച്ചാൽ, നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാനിങ്ങനെ എൻ്റെ കാറിൽ നിന്നും എടുക്കുന്ന വീഡിയോ ഭയങ്കര സഡനായിട്ട് എടുക്കുന്ന വീഡിയോസാണ്. പെട്ടെന്ന് എവിടെയെങ്കിലും എനിക്ക് കുറച്ച് സമയം കിട്ടുമ്പോൾ എടുക്കുന്ന വീഡിയോസാണ്. ഇതെങ്ങനെയാണ് ഇങ്ങനെ വരുന്നത് എനിക്കറിയത്തില്ല. എന്തായാലും മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് എനിക്ക് കുറച്ച് സമയം കിട്ടി. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടുത്തെ ഒരു ക്ലൈമറ്റാണ് ഇന്നത്തെ എൻ്റെ ഒരു ഇതിന് കാരണം. അപ്പോൾ ഇത് ഞാനിപ്പോൾ എൻ്റെ ഓഫീസിൻ്റെ കാർ പാർക്കിംഗ് ലോട്ടിൽ വന്നിരിക്കുകയാണ്. രാവിലെ 7 മണിയാണ്. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇന്ന് എനിക്ക് രാവിലെ നേരത്തെ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എക്സ്പെരിമെൻറ്റിന് വേണ്ടി വരാനിരുന്ന ഒരു പർട്ടിക്കുലർ സാമ്പിൾ റീച്ച് ചെയ്തിട്ടില്ല. കാരണം ക്ലൈമറ്റിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാരണം സംഭവം എവിടെയൊക്കെ സ്റ്റക്കാണ്. ഇതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ലല്ലോ. അത് കാരണം ഞാൻ പ്ലാൻ ചെയ്ത പോലെ ഇന്നത്തെ എൻ്റെ കലാപരിപാടികളായിട്ടുള്ള എക്സ്പെരിമെൻ്റ് ഇന്ന് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ അപ്പോൾ എൻ്റെ ടീം പറഞ്ഞു, വി വിൽ ഡു ഇറ്റ് ലേറ്റ് നൈറ്റ് ആഫ്റ്റർ 7 o'clock കഴിഞ്ഞിട്ട് നമുക്കിന്ന് ചെയ്യേണ്ടി വരും. സോ വേണമെന്നുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് പിന്നെ ഉച്ച കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു, ഓക്കെ എനിവേ വന്നേ അല്ലേ, നമുക്ക് ഇവിടെ കുറച്ച് നേരം ഒന്നിരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഓഫീസിലൊക്കെ പോയിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് പിന്നെ ഒരു ആഫ്റ്റർനൂൺ വരാമെന്ന് വിചാരിച്ചു. എനിവേ, അതാണ് ഇന്ന് എനിക്ക് ഫ്രീ ടൈം കിട്ടാനുള്ള കാരണം. അപ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പം പെട്ടെന്ന് എനിക്ക് വീഡിയോ ചെയ്യണമെന്നൊരു ആഗ്രഹം വരാറുണ്ട്. അപ്പോൾ പക്ഷേ ഇന്ന് എനിക്ക് പറയാനായിട്ട് പ്രത്യേകിച്ച് ടോപ്പിക്കോ ഒന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ ഈ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു അന്തവും കുന്തവും ഇല്ലാതെ ഞാൻ എന്തെങ്കിലും പറയുന്നതായിരിക്കും. സോ മൈ വാർണിംഗ് ഇസ് ദാറ്റ് ഇഫ് യു ഹാവ് ഇനഫ് ആൻഡ് മോർ ടൈം വിത്ത് യു മീ അല്ല വിത്ത് യു, അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ വീഡിയോ നിങ്ങൾ കാണാവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ഇറ്റ് ആൻഡ് ഗോ. ഞാൻ എന്താ പറയാൻ പോകുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. എൻ്റെ ഈ സംസാരിക്കാനുള്ള എൻ്റെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാത്രമാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ കാണുന്നത്. അപ്പം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ മാത്രമേ ഇത് കാണാവുള്ളൂ. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നമുക്ക് എന്തിനെക്കുറിച്ച് സംസാരിക്കാം. ഫസ്റ്റ് നമുക്ക് ഇവിടുത്തെ ഇമിഗ്രേഷനല്ല, ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഇവിടുന്ന് നാട് കടത്തുന്ന കാര്യത്തെക്കുറിച്ച് കുറച്ച് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു 2-3 ആഴ്ച മുന്നേ വരെ നിങ്ങളുടെ നമ്മുടെ നാട്ടിലെ എല്ലാ ന്യൂസ് ചാനലിലും നിറഞ്ഞു നിന്നിരുന്ന ഒരു കാര്യമാണ് അമേരിക്കയിൽ നിന്നും ഇല്ലീഗലായിട്ട് ഇമിഗ്രേറ്റ് ചെയ്തവരെ നാട് കടത്തുന്നു എന്നുള്ള കാര്യം. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ എൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളത് ഞാനിവിടെ രേഖപ്പെടുത്താം. അപ്പോൾ സപ്പോസ് നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളറിയാതെ ഒരാൾ ബാക്ക് ഡോർ വഴി നുഴഞ്ഞു കയറി നിങ്ങളുടെ വീട്ടിലേക്ക് താമസം തുടങ്ങിയെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളതിനെ സപ്പോർട്ട് ചെയ്യുമോ ഇല്ലയോ? അങ്ങനെ ഒരാൾ നുഴഞ്ഞു കയറിയാൽ ഹീസ് എ ക്രിമിനൽ അല്ലേ? നേരെ മറിച്ച് നമ്മുടെ അനുവാദത്തോടു കൂടി നമ്മളൊരാളെ ഒരു ഗസ്റ്റായിട്ട് നമ്മുടെ വീട്ടിൽ താമസിപ്പിക്കുന്നു. ലെറ്റ് ഇറ്റ് ബി എ പേയിങ് ഗസ്റ്റ് ആയിട്ട് ഒരാൾ നോർമലായിട്ട് ലീഗലി ആയിട്ട് താമസിക്കുന്നു. ദറ്റ് ഈസ് പേയിങ് ഗസ്റ്റ്. അപ്പോൾ ഈ ഇല്ലീഗൽ ഇമിഗ്രേഷനും പേയിങ് ഗസ്റ്റും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലീഗലായിട്ട് ഇവിടെ വന്നിരിക്കുന്നവരെല്ലാം ഈ നാടിൻ്റെ അനുവാദം കൂടാതെ ഏതോ ഒക്കെ വഴി കൂടെ നുഴഞ്ഞു കയറി ഇവിടെ വന്ന് താമസിക്കുന്നവരാണ്. അങ്ങനെയുള്ളവരെ നാട് കടത്തണ്ടേ? യെസ്, ഓഫ് കോഴ്സ് നാട് കടത്തണം. അതാണ് ഇല്ലീഗൽ ഇമിഗ്രേഷനെ ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്തതിനെ കുറിച്ചുള്ള മെയിൻ കാര്യം. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഒരു ഹെഡ്ലൈൻ എവിടെയോ കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. എന്താണെന്ന് വെച്ചാൽ, ഇവിടുന്ന് ഇന്ത്യയിലോട്ട് നാട് കടത്തിയവരിൽ സൗത്ത് ഇന്ത്യൻസ് ആരുമില്ല. സൗത്ത് ഇന്ത്യൻസ് ആർ വെരി ലെസ് എന്നാണോ, ആരുമില്ല. സോ ഐ ഫെൽറ്റ് ഹാപ്പി അബൌട്ട് ദാറ്റ് മീൻസ് വി സൗത്ത് ഇന്ത്യൻസ് നമുക്ക് കുറച്ച് റൂൾസൊക്കെ ഇങ്ങനെ പാലിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണ്. ആഗ്രഹത്തെക്കാട്ടിലും കൂടുതൽ ദ മെയിൻ തിങ് ഈസ് ലൈക്ക് വി ആർ അഫ്രൈഡ്. ഇങ്ങനെ ഇല്ലീഗലായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് നമുക്ക് കുറച്ച് പേടിയുള്ള ആൾക്കാരാണ്. അത് കാരണം തന്നെ ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും നമ്മൾ ഇറങ്ങി പുറപ്പെടത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈയിടെയായിട്ട് നാട്ടിൽ നടക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട് ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെക്കുറിച്ചും എനിക്ക് നല്ല സംശയമുണ്ട്. നല്ല പേടിയുണ്ട്. ഇന്നലെ വന്നിരിക്കുന്ന ന്യൂസൊക്കെ എന്ത് ന്യൂസാണ് കർത്താവേ! എന്ന് ന്യൂസ് കേട്ടാലും കൊലപാതകം, 5-6 പേരെ കൊന്നു. പണ്ടൊക്കെ ഒരാളെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒറ്റയടിക്ക് 5-6 പേരെയൊക്കെയാണ് ചുമ്മാ കൊല്ലുന്നത്. സോ അത് വേറൊരു വഴിക്ക് പോകുന്നു. എനിവേ, ഇങ്ങനെയുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ കൂട്ടത്തിൽ സൗത്ത് ഇന്ത്യൻസ് വളരെ കുറവാണെന്നുള്ളത് ഇറ്റ് വാസ് എ ഹാപ്പി ന്യൂസ് ഫോർ മീ, ബിക്കോസ് വി പീപ്പിൾ റെസ്പെക്ട് റൂൾസ് ഓഫ് അതർ കൺട്രീസ്. ബാക്കിയുള്ള രാജ്യങ്ങളിലെ റൂൾസ് നമ്മൾ പാലിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ രാജ്യത്തെ റൂൾസ് നമ്മൾ പാലിച്ചില്ലെങ്കിലും ബാക്കിയുള്ള രാജ്യത്ത് പോയിട്ട് ഇങ്ങനെ കുറച്ച് തരികിട പരിപാടികളൊക്കെ കാണിക്കാനായിട്ട് നമുക്ക് പേടിയാണെന്ന് തോന്നുന്നു. പിന്നെ ഇതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇല്ലീഗൽ ഇങ്ങനത്തെ കാര്യങ്ങളും ഇമിഗ്രേഷനും ഇവിടുത്തെ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ കുറേ ആൾക്കാർ ഈ അമേരിക്കയിലെ ഒരു ഇറ്റ്സ് നോട്ട് എ ഗുഡ് കൺട്രി ടു മൈഗ്രേറ്റ്. കുറേ ആൾക്കാരെന്നല്ല, എനിക്കും
നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു തോട്ട് തന്നെയാണ്. അപ്പോൾ അമേരിക്കയിൽ വന്നത് എന്തോ ഒരു കഷ്ടമാണ് എന്നുള്ള രീതിയിൽ പറയുന്ന ആൾക്കാരും ഉണ്ട്. കാരണം നമ്മുടെ നാട് ഉപേക്ഷിച്ച് നമ്മൾ വന്നു, എന്നിട്ട് നമ്മളിവിടെ വന്ന് ഡിപ്രഷനായി, പിന്നെ നമുക്കിവിടെ ഇവിടുത്തെ കൺട്രി ആയിട്ട് നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇവിടുത്തെ റൂൾസ് ആൻഡ് ഓൾ സ്ട്രിക്റ്റ് ആണ്. ഇതൊക്കെ ഉള്ളത് തന്നെയാണ്. കാരണം നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും, ഞാൻ പറഞ്ഞല്ലോ, ലീഗലായിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് മോസ്റ്റ്ലി ഓൾ ഓഫ് എസ് കം ത്രൂ വിസാസ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വിസ വഴിയാണ് വരുന്നത്. അപ്പോൾ ഈ വിസയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗ്രീൻ കാർഡൊക്കെ അപ്ലൈ ചെയ്ത് ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഗ്രീൻ കാർഡ് കിട്ടുക എന്ന് വെച്ചാൽ ഒരാളുടെ മനുഷ്യ ആവശ്യം തന്നെ കിട്ടത്തില്ലെന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് നിരാശ തോന്നും. നിരാശയുടെ പ്രതിഫലനമായിട്ട് നമ്മളിങ്ങനെ ഈ രാജ്യത്തെ കുറ്റം പറയാൻ തുടങ്ങും. ലൈക്ക് ഇവിടുത്തെ ഒരു സിസ്റ്റം, ഇവിടുത്തെ ഒരു ഇമിഗ്രേഷൻ സിസ്റ്റത്തെയൊക്കെ നമുക്ക് കുറ്റം പറയാൻ തോന്നും. എനിക്കും ഇടയ്ക്ക് തോന്നാറുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ അതിനകത്ത് ഒരു പോസിറ്റീവായിട്ട് കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ തിങ്ക് ചെയ്യും, ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ അമേരിക്ക വന്ന് 5 വർഷമായി. ഈ ഒരു 5 വർഷം ഞാനിപ്പോൾ സപ്പോസ് ഞാൻ നാട്ടിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 5 വർഷം കൊണ്ട് ഞാൻ എവിടെ എത്തത്തില്ലായിരുന്നു. എനിക്കൊന്നും എൻ്റെ ലൈഫിൽ പ്രത്യേകിച്ചൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അറ്റ്ലീസ്റ്റ് ഈ ഒരു കോൺഫിഡൻസ് തന്നെ, എനിക്കിപ്പോൾ ഈ യൂട്യൂബ് ചാനലിൽ വന്നിരുന്ന് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് തന്നെ എനിക്ക് പറ്റത്തില്ലായിരുന്നു. അത് മാത്രമല്ല ഫിനാൻഷ്യൽ ഗ്രോത്ത് അല്ലെങ്കിൽ എൻ്റെ പ്രൊഫഷണൽ ഗ്രോത്ത്, ഇതൊന്നും ഞാൻ നാട്ടിൽ നിൽക്കുമായിരുന്നെങ്കിൽ നടക്കത്തില്ലായിരുന്നു. എന്ന് വെച്ചാൽ നാട് മോശമാണെന്നല്ല, ലൈക്ക് ദാറ്റ് ഇസ് എ സിസ്റ്റം ദെയർ, ലൈക്ക്. ബട്ട് ഈ രാജ്യത്ത് ഈ ഒരു 5 വർഷം ഞാൻ സ്പെൻഡ് ചെയ്ത കാരണം എനിക്ക് ഒത്തിരി രീതിയിൽ കുറേ ബെനിഫിഷ്യലായിട്ട് കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. സോ ഐ ലൈക്ക് ടു ലുക്ക് ഇൻ ടു ദാറ്റ്. അപ്പോൾ ഇത്ര നാളെ ഇവിടെ നിൽക്കാൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ എൻ്റെ ജോലി പോകുകയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ബി ഹാപ്പി ടു ഗോ ബാക്ക്. ഇപ്പോൾ ഇത്ര നാൾ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസും എനിക്ക് കിട്ടിയ ഒരു ഗ്രോത്തും എല്ലാം വെച്ചുകൊണ്ട് തിരിച്ചു പോകാനായിട്ട് ഞാൻ വളരെ സന്തോഷവതിയാണ്. അതല്ലാണ്ട് ഓക്കെ ഇവിടെ നിന്നിട്ട് ഈ രാജ്യത്ത് എനിക്ക് ഇമിഗ്രേറ്റ് ചെയ്യാൻ പറ്റാത്തതിനെ ഞാൻ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. കാരണം എല്ലാ രാജ്യത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു കൾച്ചറും ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ഈ അമേരിക്ക എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഗെറ്റിംഗ് സോ സാച്ചുറേറ്റഡ് വിത്ത് പീപ്പിൾ ഔട്ട്സൈഡ് ലൈക്ക് അമേരിക്ക. ഇങ്ങോട്ട് ഇമിഗ്രേറ്റ് ചെയ്തവരെ കൊണ്ട് ഭയങ്കരമായിട്ട് സാച്ചുറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക എന്നല്ല, ഇപ്പം മിക്ക യൂറോപ്യൻ കൺട്രീസും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇമിഗ്രേറ്റ് ചെയ്ത് ഇറ്റ്സ് സോ മെസ്ഡ് അപ്പ്. അപ്പം എന്തെങ്കിലും എല്ലാത്തിനും ഒരു എൻ പോയിന്റ് വേണ്ടേ. അപ്പം അതിനുവേണ്ടി അവരുടെ രാജ്യം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദേ ആർ ഡൂയിങ് സംതിങ്. അപ്പം നമ്മൾ നമ്മുടെ രാജ്യത്ത് തിരിച്ചു പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു പോവുക. അതല്ലാണ്ട് ഇവിടെ നിന്നിട്ട് ഇവിടെ അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇവിടുത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് മെയിനായിട്ടും കുറ്റം എന്നല്ല, മെയിനായിട്ട് ഇവിടെ എനിക്ക് ഉള്ള ഒരേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഐ ഫീൽ സം കൈൻഡ് ഓഫ് ലോൺലിനെസ് അല്ല, നമ്മൾ ഭയങ്കര ഐസൊലേറ്റഡ് ആയിട്ട് തോന്നും. ലൈക്ക് എസ്പെഷ്യലി ഇങ്ങനെ കുറേ വിൻ്റർ സീസണിലൊക്കെ നമ്മളിങ്ങനെ സൺലൈറ്റ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ വീട്ടിനകത്ത് തന്നെ ഇരിക്കുമ്പം വി ഫീൽ സം കൈൻഡ് ഓഫ് ഒരു ഭയങ്കര ലോ ഫീൽ വരും. അതാണ് എനിക്കിവിടെ പറ്റാത്ത ഒരു മെയിൻ കാര്യം. അതർവൈസ് ദിസ് കൺട്രി has provided me everything that my home country did not give me. ഇപ്പോൾ എൻ്റെ രാജ്യത്ത് ഞാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടാൻ പല കാര്യങ്ങളും എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. സോ ഇൻ എ വേ ഐ ആം സോ ഹാപ്പി അബൌട്ട് ദിസ് കൺട്രി ആൻഡ് ഐ വിൽ ബി ഗ്രേറ്റ്ഫുൾ. ഇവിടുന്ന് തിരിച്ചു പോയാലും ഞാനിവിടെ ഈ 5 വർഷം ഇവിടെ നിന്നതും ഇവിടെ ഞാൻ കണ്ട സ്ഥലങ്ങളും എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസും എല്ലാം കൊണ്ടും ഐ വിൽ ബി സോ ഹാപ്പി. എന്നെ ഇവിടെ എനിക്ക് ഗ്രീൻ കാർഡ് തരുന്നില്ല, ഈ രാജ്യം ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഞാൻ അവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അതാണ് വേറൊരു കാര്യം. ഈ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഒരു അന്തമൊന്നും ഇല്ലാത്ത കുറേ കാര്യങ്ങളായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇനി ഇങ്ങോട്ട് ഇമിഗ്രേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരോട് എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഒരു ലക്ഷ്യം, നമ്മൾ ഇങ്ങോട്ട് ഈ രാജ്യത്ത് വന്ന് കുറച്ച് നാൾ ഇവിടെ വന്ന് നമുക്ക് ഇതേപോലെ എനിക്ക് കിട്ടിയ പോലെ കുറച്ച് എക്സ്പീരിയൻസ് കിട്ടണം, അല്ലെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി കുറച്ച് ഒരു ബെനിഫിറ്റ്സ് കിട്ടണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ കം ഹിയർ. അതല്ലാണ്ട് ഇവിടെ വന്നിട്ട് ഇവിടെ സെറ്റിൽ ആവണം, എനിക്കിവിടെ വീട് മേടിക്കണം, അല്ലെങ്കിൽ എനിക്ക് വീട് മേടിക്കാൻ കേട്ടോ. നിങ്ങൾക്ക് ഇപ്പം ഗ്രീൻ കാർഡ് ഇല്ലെങ്കിലും ഇഫ് യു ആർ ഓൺ വിസ നിങ്ങൾക്ക് ഇനഫ് മണിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീടൊക്കെ മേടിക്കാം. പക്ഷേ എങ്കിലും ലൈഫ് ഇവിടെ എനിക്ക് പെർമനൻ്റ് ആയിട്ട് സെറ്റ് ആവണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നമ്മൾ ഒരിക്കലും വരരുത്. അപ്പോൾ നിങ്ങൾക്ക് വരാൻ പറ്റുന്നത് ഓക്കെ, നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് എക്സ്പീരിയൻസും ഫിനാൻഷ്യലി ആയിട്ട് നമുക്ക് പെട്ടെന്ന് കുറച്ചൊരു ഗ്രോത്ത് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കം ഹിയർ, സ്റ്റേ ഹിയർ, വർക്ക് ഫോർ സം ടൈം. നിങ്ങൾക്ക് കുറച്ച് നാൾ ഇവിടെയൊക്കെ ജോലിയൊക്കെ ചെയ്ത് കുറച്ച് ഇതേപോലെ എക്സ്പീരിയൻസ് ഒക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാം. പറ്റുന്നിടത്തോളം ഇവിടെ നിൽക്കാം. അല്ല ഇവിടെ വന്ന് 2 വർഷം എനിക്ക് ഗ്രീൻ കാർഡ് ആവും, ഫുള്ളായിട്ട് ഞാൻ സെറ്റ് ആവുന്നുള്ള ഒരു മെൻ്റലി ആ ഒരു പ്രിപ്പറേഷനോടെ നിങ്ങളിവിടെ വന്നാൽ ഐ തിങ്ക് യു വിൽ ബി ലിറ്റിൽ സാഡ്. കാരണം അതൊന്നും ഇവിടെ പെട്ടെന്ന് നടക്കത്തില്ലെന്നല്ല, ഉടനെ ഒന്നും നടക്കാത്ത കാര്യമാണ് അതൊക്കെ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ. എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല ഗൈസ്. ഇപ്പം 11 മിനിറ്റായി. അപ്പം നമുക്കിനിയുണ്ടല്ലോ വേറെ ഇതേപോലത്തെ ക്യുക്ക് വീഡിയോസുമായിട്ട് വീണ്ടും കാണാം, അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വീഡിയോസ് ആയിട്ട് കാണാം. സോ ടിൽ ദെൻ, പിന്നെ എന്താ നിങ്ങൾക്കൊക്കെ വിശേഷം? നിങ്ങൾക്കെല്ലാം സുഖമല്ലേ? ഞാനിങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ ഇവിടെ പോകുന്നു.
ഇനിയിപ്പം മാർച്ച് ഒരു 15 തോന്നുന്നു ഇവിടുത്തെ സ്പ്രിങ് തുടങ്ങുന്നത്. അപ്പം വിൻ്ററിൻ്റെ ആ ഒരു ഭയങ്കര ഇൻറ്റൻസിറ്റി ഒക്കെ കുറഞ്ഞു വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ദിസ് ഇയർ വിൻ്റർ ഹാസ് ബീൻ ജസ്റ്റ് ഹോറിബിൾ. ലൈക്ക് ഞാനിവിടെ 5 വർഷം മുന്നേ വന്നപ്പോഴത്തേനും മഞ്ഞ് കാണുക എന്നുള്ളത് എൻ്റെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈ ഒരു വിൻ്ററോടുകൂടി ഐ ജസ്റ്റ് ഹേറ്റ് സ്നോ എന്നുള്ളൊരവസ്ഥയായിപ്പോയി. കാരണം നാട്ടിലൊക്കെ മഴ പെയ്യുന്ന പോലെ 2 ദിവസം എവറിത്തിങ് ഗുഡായിരിക്കും, പിന്നെ 3-ാമത്തെ ദിവസം മഞ്ഞ്, പിന്നെയും 2 ദിവസം ഗുഡെന്ന് വെച്ചാൽ മഞ്ഞില്ല, പിന്നെ പിന്നെയും മഞ്ഞ്, ഇങ്ങനെ വന്നും പോയി മഞ്ഞിനെ ജസ്റ്റ് ഒന്ന് വെറുത്തൊരവസ്ഥയായിരുന്നു. എനിവേ ഇനി ഒരു മാർച്ച് തൊട്ട് ഒരു ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒരു 5-6 മാസത്തേന് ഐ ലൈക്ക് ദിസ് കൺട്രി. നമുക്ക് ഇന്ന് എന്താണ് ക്ലൈമറ്റ് എന്ന് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് നോക്കാണ്ട് തന്നെ പുറത്തോട്ട് ഇറങ്ങാം. ദാറ്റ്സ് ദ ബെസ്റ്റ് തിങ്. കാരണം നമ്മൾ നാട്ടിൽ വെച്ച് ക്ലൈമറ്റിൻ്റെ ഒരു ആപ്പ് പോലും എനിക്ക് ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ലൈക്ക് വി നെവർ ഹാഡ് ടു ലുക്ക് ഇൻ ടു ദ ക്ലൈമറ്റ്, വാട്ട് ഇസ് ദ വെദർ ഗോയിങ് ടു ബി ടുഡേ എന്നുള്ള കാര്യം നമ്മൾ നോക്കണ്ട. പക്ഷേ ഇവിടെ ഒരു ശനിയാഴ്ച ഉണ്ടെങ്കിൽ ശനിയാഴ്ച ഞായറാഴ്ച ഞാൻ ഇന്ന് നോക്കും. ലൈക്ക് ഈ ഒരാഴ്ച ഈ വരുന്ന ആഴ്ചയിലെ ഫുൾ ക്ലൈമറ്റ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ മാത്രമല്ല ഇവിടെ ഉള്ള ജീവിക്കുന്ന എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഈ ഒരു ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് അനുസരിച്ച് കറങ്ങിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ജീവിതങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കൂ. സോ ക്ലൈമറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയാനായിട്ടുള്ള മെയിൻ കാര്യം എനിക്ക് തോന്നുന്നു ഈ ക്ലൈമറ്റ് തന്നെയാണ്. നമുക്ക് വി ഗെറ്റ് പ്ലസൻറ്റ് ക്ലൈമറ്റ് ദെയർ, ലൈക്ക് സൺലൈറ്റ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ മിസ് ചെയ്യുന്ന ഒരു കാര്യം ഈ സൺലൈറ്റും പിന്നെ കുറച്ച് ഗ്രീനറീസും ഒക്കെയാണ്. ഇപ്പോൾ ഇവിടുത്തെ മരങ്ങളൊക്കെ നോക്കുകയാണെങ്കിലുണ്ടല്ലോ എല്ലാം ഇല പൊഴിഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട്, ഇങ്ങനെ വെറും ഉണക്ക മരങ്ങളായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് ഇറ്റ്സ് ലൈക്ക് 4 to 5 months now. അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഇനിയിപ്പോൾ കുറച്ച് പച്ചപ്പൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലുണ്ടാകുന്ന സന്തോഷം, അതുപോലെ സൺലൈറ്റ് അടിക്കുമ്പോൾ നമുക്ക് മനസ്സിലുണ്ടാകുന്ന സന്തോഷം, അതൊക്കെ വേറെ ഒരു ലെവൽ തന്നെയാണ് ഗൈസ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്നും എന്തോ ഒക്കെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് വലിയ സന്തോഷമൊന്നും കാണത്തില്ല, എനിക്ക് നല്ല സന്തോഷമുണ്ട്. കാരണം എനിക്കുണ്ടല്ലോ എൻ്റെ കുഞ്ഞിലെ ഇങ്ങനെ എനിക്ക് പ്രസംഗമൊക്കെ പറയുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ പ്രസംഗമൊക്കെ പറയാനായിട്ട് പോയി നിൽക്കും. പക്ഷേ സ്റ്റേജ് ഫിയർ കാരണം ഞാനിങ്ങനെ മറന്നു പോകുമായിരുന്നു. ഒരു 5ാം ക്ലാസ് വരെയൊക്കെ കേട്ടോ, 5ഓ 6ഓ ക്ലാസ് വരെയൊക്കെ. പിന്നെ കുറെ കഴിഞ്ഞപ്പം കോളേജൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് സ്റ്റേജ് ഫിയർ ഒന്നും ഇല്ലാതെ പോയത് സ്റ്റേജ് ഫിയർ ഒക്കെ പോയി. പക്ഷെ അന്ന് ഈ കോളേജിലൊന്നും അങ്ങനെ പ്രസംഗിക്കേണ്ട വലിയ അവസരങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല. പക്ഷേ എന്തോ പണ്ട് തൊട്ട് ഇങ്ങനെ പ്രസംഗിക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇപ്പം അതും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടെ ഇങ്ങനെ അന്വർത്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ എനിവേ അപ്പോൾ ഞാൻ പലതവണയായി ഇപ്പം നിർത്താൻ പോകുന്നു പറയുന്നത്. ദിസ് ഈസ് മൈ ഫൈനൽ കോൾ. ഐ എം ഗോയിങ് ടു സ്റ്റോപ്പ് ദിസ് വീഡിയോ ഹിയർ. യു ഓൾ ടേക്ക് കെയർ. സീ യു ഓൾ വിത്ത് അനദർ വീഡിയോ. ബൈ ബൈ.